Thank you, Pastor, once again. Thank you for this beautiful opportunity to sing and worship with all of you as we have been fasting and praying. May the Lord continue to bless us. May the Lord give us the answers for our prayers. നമ്മൾ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനകളിൽ വിശ്വസിക്കുന്നവരാണ്. ഈ 2026 പ്രാർത്ഥിക്കുന്നവർക്ക് വിടുതലും വിജയവും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രി വലിയൊരു വിടുതലിൻ്റെ രാത്രിയായി മാറേണ്ടതിന് നമുക്ക് ഒരുമിച്ച് അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കഴിഞ്ഞ 9 ദിവസങ്ങളിലും നാം ഒരുമിച്ച് ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ചു. കാരണം അതിലൊട്ടും കുറയാതെ ഇന്ന് രാത്രിയിലും ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മളെല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ can we all open our mouths and praise God for some time? സങ്കീർത്തനം 103:1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പോലെ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർത്ത അല്പസമയം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് നന്ദി പറയാമോ? നന്ദി പറയാനാണെങ്കിൽ 1000 കാരണങ്ങൾ. Come on. We got 1000 reasons to praise him. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ കാരണങ്ങൾ കണ്ടെത്താൻ ഒരുപാടുമില്ല. ഇന്ന് ഈ നിമിഷം വരെയും നമ്മെ ജീവനോട് നിർത്തിയ ദൈവത്തിൻ്റെ കൃപയോർത്താൽ വേദപുസ്തകം പറയുന്നു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാകുന്നു. ഇന്ന് രാത്രി കർത്താവ് നമ്മെ നടത്തിയതിന്, ഇന്ന് രാത്രിയിലും നിയോഗങ്ങളോടെ നമ്മെ ജീവനോട് നിലനിർത്തിയത് ഓർക്കുമ്പോൾ നന്ദിയോടെ ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുകയാണ്, bless the Lord, oh my soul. മറ്റുള്ളവരോട് ആരാധിക്കാൻ, മറ്റുള്ളവരോട് നന്ദി പറയാൻ പലപ്പോഴും നാം ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമുക്ക് തികച്ചും വ്യത്യസ്തമായി നമ്മോട് തന്നെ പറയാം, come on, this is not the way that you worship God. This is not the way that you should thank God. You should thank more and he deserves more. അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രി എൻ്റെ ദൈവം ഇതിലും നല്ലൊരു ആരാധന, ഇതിലും അധികം സ്തുതി, ഇതിലും അധികം നന്ദി എൻ്റെ ദൈവം അർഹിക്കുന്നു. Jesus, let's worship him. Bless the Lord, oh my soul, oh my soul, worship his holy name. Sing like never before, oh my soul, I worship his holy name. Bless the Lord, oh my soul, oh my soul, worship your holy name. Sing like never before, oh my soul, worship your holy name. Come on, can we all bless his name? Bless the Lord, oh my soul, oh my soul, worship his holy name. Sing like never before, oh my soul, I worship your holy name. The sun comes out, it's a new day dawning. It's time to sing your song again. Whatever may pass and whatever lies before me,
Let me be singing when the evening comes. Come on, let us sing His holy name. Bless the Lord. Bless the Lord, oh my soul. Oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship your holy name. Come on, no matter what situation that we are going right now, this is our obligation. This is our duty. Come on, this is our purpose, to worship His holy name in our reality. Come on. ഇന്ന് രാത്രി സാഹചര്യങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയാത്ത ഒരാത്മതലത്തിൽ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ദൈവമക്കൾ എന്നെ കേൾക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, കമോൺ, സിറ്റുവേഷൻസ് അതിന് അനുകൂലമായിരിക്കത്തില്ല, എല്ലാം പ്രതികൂലമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോഴും ഇന്ന് രാത്രി കേവലം ഒരു വിടുതൽ ബന്ധമല്ല എൻ്റെ കർത്താവുമായി എനിക്കുള്ളത്. മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം അവൻ രാജാതിരാജാവ്, അവൻ കർത്താതി കർത്താവ്, അവനെ പോലൊരു ദൈവമില്ല. ആദ്യനും അന്ത്യനുമായവൻ, ആൽഫയും ഒമേഗയുമായവൻ. Come on, he is everything to me. His name is a strong tower. ഇന്ന് രാത്രിയിൽ എൻ്റെ കർത്താവിൻ്റെ നാമം ഉയർത്തുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്. That's my purpose. That's why I live. ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്താനാണെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ഒരു പടി കൂടി ദൈവത്തോട് അടുക്കുമെന്ന്. Come on, come on, hallelujah. ശബ്ദങ്ങളെ ഉയർത്തി hallelujah. Bless the Lord, oh my soul. My soul, I worship His holy name. Sing like never before. Oh my soul, I worship Your holy name. Bless the Lord, oh my soul. Oh my soul, worship His holy name. Sing like never before. Oh my soul, I worship Your holy name. You're rich in love and You're slow to anger. Your name is great and Your heart is kind. For all Your goodness I will keep on singing. Come on. 10,000 reasons for my heart to find. Bless the Lord, bless the Lord, oh my soul. Worship His holy name. Sing like never before. Oh my soul, I worship Your holy name. Can we sing together? Bless the Lord. Bless the Lord, oh my soul. Oh my soul, worship His holy name. Sing like never before. Oh my soul, I worship Your holy name. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. Come on, let's sing it. Oh, and now let the weak
Lord has done for us. Give thanks with a grateful heart. Come on, give thanks. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks, give thanks. Oh, give thanks, give thanks. Oh, give, oh, because He's given Jesus Christ, His Son. Oh, and now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. Give thanks. നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. അങ്ങനെ ഇന്ന് പകൽ പാടാമോ? നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ ഇനി ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി ചേർന്ന് പാടുമോ? ഉന്നതൻ നീ യേശുവേ, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. There is none like you, Lord. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അവന്റെ മഹത്വം ഒന്ന് ചേർന്ന് പറയുമോ? യോ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെൻ. എന്റെ ദൈവം അത്ഭുതവാൻ, അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെൻ. ഓ അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. കരങ്ങളെ ഒന്ന് ഉയർത്തി. ഇന്ന് പകൽ ഒരിക്കൽ കൂടി എൻ്റെ കർത്താവ് അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്യാത്തവൻ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി കർത്താവ് നടത്തിയ വിധങ്ങൾ ഓർത്താൽ നമുക്കാർക്കും മൗനമായിരിക്കാൻ കഴിയില്ല. അവനെ പോലൊരു ദൈവം ഇല്ല. ഇന്ന് രാത്രിയിലും ആ നല്ല കർത്താവിനെ നമുക്ക് ഉയർത്തുവാൻ ഏറ്റവും അധികം വലിയ സന്തോഷം എന്ന് പറയുന്നത് നാം ആരാധിക്കുന്ന ദൈവം അവൻ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യയുണ്ട്. അവിടുത്തെ തിരു സാന്നിധ്യം നാം അനുഭവിക്കുകയാണ്. അവൻ മരിച്ച് മൺമറഞ്ഞു പോയ ദൈവമല്ല, മറിച്ച് മരണത്തെ ജയിച്ചവനാണ്.
അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ലോകത്തിൽ എല്ലാ മഹാന്മാരെയും തോൽപ്പിച്ച, അല്ലെങ്കിൽ ഏത് മഹാന്മാരും തോൽവി സമ്മതിച്ചത് മരണത്തിന് മുൻപിലാണെങ്കിൽ, ആ വലിയ മരണമെന്ന ശത്രുവിനെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് രാത്രിയിലും അവൻ നമുക്കായി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വലിയ പ്രത്യാശയോടെ ഇന്ന് രാത്രി നാം പാടുന്നത്, കർത്താവ് ഉയർത്ത് ജീവിക്കുന്നു. ഇനി അവൻ്റെ വരവിനായുള്ള കാത്തിരിപ്പാണ്. ഇന്ന് രാത്രിയിൽ ആ വലിയ പ്രത്യാശയും പ്രതീക്ഷയും ഹൃദയത്തിൽ ആമേൻ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ദൈവമക്കൾ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ആ കരങ്ങളെ ഒന്ന് തട്ടി ആ ഹല്ലേലൂയ ഒന്ന് പാടി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു അത് കേവലം പാട്ടുകൾക്കപ്പുറത്ത് അത് ജയത്തിൻ്റെ ഘോഷസ്വരമാണ്, അത് ജയാരവമാണ്. ഇന്ന് രാത്രിയിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളെ ചേർത്ത് തട്ടി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടുമോ? യേശു ക്രിസ്തു, യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. പ്രത്യാശയോടെ ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർത്തതാകയാൽ, ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയായി. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നതിനാൽ, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. എന്നേശു ജീവിക്കുന്നതിനാലും ജീവിക്ക. ആ വലിയ തീരുമാനത്തോടെ ഇനി തന്നെ ഒരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. മണ്ണിലല്ലേ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. മണ്ണിലല്ലേ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിലാ. ഇനി വിണ്ണില വീട്ടിൽ ചെന്നെത്തുന്ന നാളുകൾ എണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ.
കർത്താവ് ജീവിക്കുന്നു. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ചേർന്ന് പാടുമോ? നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടും. അതുകൊണ്ട് ജയത്തിന്റെ ഗീതം ചേർന്ന് ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പ അവതരിച്ചികെ നരനാ. പാപം ശാപം സകലവും തീർപ്പ അവതരിച്ചികെ നരനാ. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിൽ വെന്തെരിഞ്ഞവനായി രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടി. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഓ we worship you God. Hallelujah. ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് ഞങ്ങൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ജയിച്ച ജയാളിയായവൻ നായകനായി ഞങ്ങൾക്ക് മുൻപിലുള്ളതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ നാമം ഇന്ന് രാത്രി യഹോവ നിസ്സിയായി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. ജയത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കുകയാണ്. കാൽവറിയിൽ പിശാചിന്റെ തലയെ തകർത്ത് ആയുധ വർഗം വെപ്പിച്ച ആ അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ഓ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. രാജാതി രാജാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഓ റബന ഹർദനാദിയാരവ ശബ്ദന ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അല്പസമയം കൂടി ആ കരങ്ങളെ ഒന്ന് ചേർത്ത് തട്ടി കർത്താവിനെ നന്ദിയോടൊന്ന് സ്തുതിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ,
Hallelujah. We worship you, God. We worship you, God. Oh, we praise you. We praise you. We praise you. We praise you, Lord Jesus. We praise you, Lord Jesus. Hallelujah. പൗലോസ് അപ്പോസ്തലൻ പറയാ, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന കർത്താവ് അവൻ ഉയർത്തില്ലായിരുന്നുവെങ്കിൽ, അവൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ, അവിടുന്ന് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായനെ. ഇന്ന് രാത്രി നമ്മുടെ പ്രസംഗവും നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതവും ഒക്കെ അനുഗ്രഹമുള്ളതാക്കി തീർക്കുന്നത്, അർത്ഥമുള്ളതാക്കി തീർക്കുന്നത് നാം ആരാധിക്കുന്ന ദൈവം അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. ഇന്ന് രാത്രിയിലും ആ വലിയ സന്തോഷം, അഭിമാനത്തോടെ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രിയിൽ ആ ദൈവം നൽകുന്ന ഉറപ്പാണ്, ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ദൈവം നൽകുന്ന ഉറപ്പാണ്. ഞാനുണ്ട്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല എന്ന് അവിടുന്ന് നമ്മളോട് ഉറപ്പ് പറയുക. ലോകം പല മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഒരു വ്യക്തിയെ ഭാഗ്യവാനെന്നും അനുഗ്രഹീതനെന്നും ഒക്കെ പറയുന്നത്. പക്ഷെ ബൈബിൾ വ്യക്തമായി പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ, കർത്താവിനെ പിൻപറ്റുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തെ അറിയാൻ ലഭിച്ച ഈ അവസരം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമായി. അതിലും വലിയ ഭാഗ്യമൊന്നും നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകാനില്ല. ഇന്ന് രാത്രിയിൽ ആ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഒരു പക്ഷെ തലമുറകളായി മോശ പറയുന്നത് പോലെ, കർത്താവേ നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, തലമുറകൾ കൈമാറി ഈ വിശ്വസ്തത ഇന്ന് രാത്രിയിലും നമ്മിൽ അത് ദൈവം പകർന്നല്ലോ. ഇന്ന് രാത്രി ആ വിശ്വസ്തതയ്ക്ക്, കർത്താവ് ചെയ്ത ഉപകാരത്തിന് നന്ദിയോടെ ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഒന്ന് ചേർന്ന് പറയാം. നമ്മുടെ ആശ്രയം, നമ്മുടെ ആലംബം, നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പ്രത്യാശ അവനിലാണ്. Jesus, we worship you. Hallelujah. Jesus. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങി. സന്തോഷത്തോടെ പാടുമോ? കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങിയില്ല. മൃത്യുവേ വെന്നവനത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ഓ മൃത്യുവേ വെന്നവനത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ, വാഴുന്നവൻ. ആശ്രയം യേശുവിൽ എന്നതിനാ ഭാഗ്യവാൻ ഞാൻ. Come on, I'm blessed just because I trust in Him. I am blessed just because I follow Him. ഇന്ന് രാത്രി ഞാൻ അനുഗ്രഹീതനാകാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഈ ദൈവത്തെ അറിയാൻ എനിക്കൊരു അവസരം ലഭിച്ചു. ഈ ദൈവം നടത്തുന്ന വഴിയെ നടക്കുവാൻ
എൻ്റെ ദൈവം എനിക്ക് കൃപ നൽകി. ഇന്ന് രാത്രി എൻ്റെ അനുഗ്രഹത്തിന് മറ്റൊന്നും കാരണമല്ല, മറ്റൊന്നും ആ ദൈവം എനിക്ക് നൽകുന്ന ആ വലിയ സുരക്ഷിതത്വത്തിനൊപ്പം വരത്തില്ല. ദൈവം എനിക്ക് നൽകുന്ന കൃപയ്ക്കൊത്തവണ്ണം ഒന്നും വരത്തില്ല. ഇന്ന് രാത്രി ദൈവം എൻ്റെ ജീവിതത്തിൽ പകർന്നതെല്ലാം അത് അതുല്യമാണെന്നും അതിന് തുലനം ചെയ്യാൻ മറ്റൊന്നും ഈ ഉലകത്തിൽ ഇല്ലെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ആമേൻ അവനിൽ ആശ്രയിക്കുന്നവർ സന്തോഷത്തോടെ ഹല്ലേലൂയ. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങി ഇല്ല. കാൽവരിനാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളോടുങ്ങി ഇല്ല. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ. Come on. Lord, you reign. മൃത്യുവേ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താതി കർത്താവായി വാഴുന്നവൻ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഇന്ന് രാത്രിയിലും അവനിൽ സന്തോഷിക്കുന്നവർ ചേർന്ന് എനിക്കു പാട്ടും പ്രശംസയും ഓ ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ഒരിക്കൽ കൂടി എനിക്ക് പാട്ടും, എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും, ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ഒരു പ്രാവശ്യം കൂടി എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും എനിക്കു പാട്ടും പ്രശംസയും ദൈവ കുഞ്ഞാടും തൻ കുരിശും. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുമ്പോൾ അവിടുത്തെ വലുതും ഭയങ്കരവുമായ നാമത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി ചേർന്ന് ഉയർത്തുകയാണ്. ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ മരണത്തിനു പോലും പിടിച്ചു വയ്ക്കാൻ കഴിയാത്തവനായി, അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി ഞങ്ങൾക്ക് വേണ്ടി മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ദൈവമായി വാഴുന്നത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയായി അങ്ങയുടെ മക്കളായി ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ദേശത്ത് അങ്ങ് ഞങ്ങളുടെ രാജാതി രാജാവും കർത്താതി കർത്താവുമാകയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ വരവിനായി ഒരുക്കണം. പൗരസ്ത്യൻ പറയുന്നത് പോലെ എനിക്ക് ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ മറ്റൊന്നുമില്ല. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളെയും
ആ ഒരു മനോഭാവത്തിലേക്ക് അങ്ങ് അവിടുന്ന് ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി നന്ദി പറഞ്ഞു. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമം എന്ന് കേൾക്കുമ്പോൾ, ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ രക്ഷകന്റെ നാമം കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത കർത്താവെ സന്തോഷവും ഒരു വലിയ ആവേശവും ഞങ്ങളുടെ ഉള്ളത്തിൽ ഇനിയും വർദ്ധിക്കട്ടെ. സർവോപരി അങ്ങയുടെ വരവിനായുള്ള പ്രത്യാശ ഞങ്ങളുടെ ഉള്ളത്തിൽ ഇനിയും കർത്താവെ നിറയട്ടെ. As we are continuing in your presence, Lord, help us to experience, help us to understand thy word tonight. അങ്ങ് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നൊത്ത് പ്രാർത്ഥിക്കുന്നു. We bless each and every one. We bless each other in the mighty name of Jesus. Amen. Hallelujah. Thank you so much, church, and thank you so much, Pastor Satish and family, for this beautiful opportunity. ഇന്നലെയും ഇന്നുമായി നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, നിങ്ങളോട് ഒരുമിച്ച് ആരാധിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ഓർത്ത്, ഞങ്ങളുടെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മെ ശുശ്രൂഷിക്കാൻ പോകുന്ന കർത്താവിൽ ബഹുമാന്യ ദേവദാസൻ പാസ്റ്റർ ജോ തോമസിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. It's an honor to be with you today, sharing God's word. കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ, I was supposed to minister yesterday and today, but because of my dad's hospitalization, I was away in Kerala. Thank you for accommodating the change, and thank you, Pastor Satish and family and the church elders, for this opportunity to bring God's word. I want to also greet my dear brother in Christ, Evangelist Emmanuel KB. Such a delight to minister together. കഴിഞ്ഞ ദിവസം നമ്മൾ തുടങ്ങിയ ചിന്തകൾ, അതിനെ തുടർമാനമായിട്ട് ചിന്തിപ്പാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. We were looking at 1 Peter, an epistle written in the midst of crisis. പീഡനത്തിന്റെ, പരിഹാസത്തിന്റെ, ഇതിനു വല്ലം ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥാനമുണ്ടോ എന്ന് ഇക്കാലത്ത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പീഡനം, പരിഹാസവും ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ ഒരു ന്യൂനപക്ഷത്തിനാണ്. എവിടെയോ നമ്മൾ വടക്കേ ഇന്ത്യയിലെ ആ സംസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാലമാണ്. Somewhere it is happening, in some corners it is happening, but that was not the case in first century. It was part and parcel of everybody who declared the name of Christ. Some went on to give up their rights and privileges. Some went on to become martyrs. That was the call of Christ. It was a call to follow the crucified Christ, not expecting anything on this world. അങ്ങനത്തെ കാലത്ത് 5 സ്ഥലങ്ങളിൽ പാർക്കുന്ന വിശ്വാസികൾ, അതേതൊക്കെയാ ഈ 5 സ്ഥലമെന്ന് ചാപ്റ്റർ 1, ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 and verse 1, പോണ്ടസ്, ഗലേഷ്യ, കപ്പഡോഷ്യ, ഏഷ്യ, ബിഥിന്യ, ഈ 5 സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾ എന്ന് പറയുമ്പോ ഈ കോൺഗ്രിഗേഷൻസ് എങ്ങനെ ദൈവഭാഗത്തേക്ക് വന്നു? 3 സ്ഥലങ്ങളിൽ ഉള്ളവരെങ്കിലും ആക്ട്സ് ചാപ്റ്റർ 2-ൽ പെന്തക്കോസ്റ്റ് ദിവസം പെരുന്നാളിന് വന്നവരാണ്. ആ പെരുന്നാളിന് അപ്പോസ്തലനായ പത്രോസിന്റെ വിപ്ലവകരമായ രക്ഷയുടെ ദൂത് അവര് കേട്ടു. എന്തോ അവര് കേട്ടത്? ക്രൈസ്റ്റ് സെന്റേർഡ് മെസ്സേജ്. പ്രവർത്തികളുടെ പുസ്തകം 2-ൽ ആത്മനിറവോടെ പത്രോസ് പറയുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, ദാവീദിന്റെ സന്തതിയായി ജീവിച്ച്, മരിച്ച്, തന്റെ പ്രായശ്ചിത്ത മരണത്തിലൂടെ finally you have redemption, you have reconciliation. God is doing something new in salvation history. That is, by putting your faith in Jesus, you will be citizens of heaven. You will have the born again experience എന്നൊക്കെയല്ലേ പത്രോസ് പറയുന്നത്. അതിന്റെ അവസാനം ആൾക്കാര് അവരുടെ ഹൃദയങ്ങൾ കീറി മുറിഞ്ഞു എന്നാണ് പറയുന്നത്. അവർ തിരിഞ്ഞു ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ആ കൂട്ടരാണിവർ. ഫസ്റ്റ് പീറ്റർ എഴുതുന്നത് എന്തെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് വിശ്വാസത്തിൽ വന്നവരല്ല. These are congregations, they have heard the right gospel from Apostle Peter and Apostle Paul himself. Acts chapter 13 and 14, where you see the first missionary journey of Apostle Paul, where Paul visited places like Galatia,
Lystra, Derbe, Pisidian, Antioch, and Paphos, and all those places in the first missionary journey. They are the people whom Peter is addressing in the midst of crisis. But what we have learned the other day is this is a shocking response. If you are asking me, Pastor, can you go to this church and encourage them? They are in the midst of crisis. If you are asked, go and encourage that family. They are in the midst of crisis. What are the verses that we would pick up? We would search hard. And these days, we know with AI and all other means, we would be searching verses. Give me some verses, some promise verses. But here is Peter starting the verse, chapter 1, verse 1, with 3 words. I don't know whether you have noted it the other day. Look at that verse once again, chapter 1 and verse 1. God's elect, the next 2 words, exiles scattered. How can someone be elect of God and still be an exile scattered? These 2 words being reconciled is the need of the hour in Christendom today. Elect but exiles. We are not elect and then enjoy some privileges here and now. Elect exiles. Elect chosen by God. It's a privilege to be chosen by God, redeemed by his blood, and citizens of heaven and all other benefits that the new birth experience can give us. But elect on one side and exiles on other side. What's the meaning of being an exile? These places, these people are not literally exiles. ഇവിടെ ആയിരിക്കുന്നവര് പൊന്തോസിലും ഗലാത്യയിലും ഒക്കെ ഉള്ളവര് ബാബിലോണിലോ അസീറിയയിലോ ഒന്നും അല്ല താമസിക്കുന്നത്. അവര് പരദേശികളല്ല യഥാർത്ഥ അർത്ഥത്തിൽ. ജിയോഗ്രാഫിക്കലി ദേ ആർ നോട്ട് എക്സൈൽസ്. പക്ഷെ പത്രോസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് an important perspective, a world view that every believer must carry. Exiles എന്ന് പറയുമ്പോൾ alienation, homelessness, vulnerability, not being comfortable where they are, looking forward. A day is coming. A day of hope is there. അങ്ങനെ ജീവിക്കുന്ന exiles. They are elect, eklektos എന്നൊരു മൂലപദം. Chosen, picked up, not randomly, but with the foreknowledge of God. അങ്ങനെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇലക്ട്സ് ഈ ലോകത്തിൽ കാണപ്പെടുന്നത് vulnerable, helpless, homeless, people who have nothing to lean on, looking forward for a permanent dwelling. അങ്ങനെ ഒരു ആശയമാണ് വരുന്നത്. ഈ സ്കാറ്റേർഡ് എന്ന് പറയുമ്പോൾ, ചിതറിപ്പാർക്കുന്ന എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ശ്രദ്ധിക്കണം എല്ലാവരും. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിന്റെ അർത്ഥം എന്നെ അത് വളരെ സ്പർശിച്ചു. സ്കാറ്റേർഡ്, ചിതറിപ്പാർക്കുന്ന എന്ന് പറഞ്ഞാൽ സോൺ എബ്രോഡ് എന്നാണ്. സോൺ, വിതയ്ക്കപ്പെട്ടവർ, വാരി വിതറിയ ആ മത്തായി സുവിശേഷം 13:8 ഉള്ള ഉപമയുണ്ടല്ലോ. ഓ, വിതച്ചപ്പോ ചിലത് വഴിയരികെ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു. പത്രോസ് പറയുന്ന ഇതാണ്, യു ആർ ഇലക്ട് ബട്ട് സോൺ എബ്രോഡ്. നിങ്ങളെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ആസ് സ്ട്രേഞ്ചേഴ്സ്, ആസ് ഫോറിനേഴ്സ്, ആസ് ഏലിയൻസ് wherever you are living. ഇതെന്തോ ഒരു വലിയ മാൻഡേറ്റ് ആണ് നമ്മുടെ മേളിൽ കൊണ്ടുവരുന്നത്. Peter's message, listen church, Peter's message is not shaped by emotional manipulation. It is not driven by material gain. It is not polished for superficial appeal. It's not a superficial message. It's not a materialistic message. It's not emotional manipulation by choosing selected verses here and there from the Old Testament and trying to boost people's confidence. No, these are not hype. These are not shallow spirituality, but these are Peter's proclamation, rich proclamation, a theology of gospel that would strengthen them to endure pressure around them. How I wish, my dear people of God, during this fasting prayers, we would really value what is valuable to God. ഇന്നത്തെ ക്രിസ്ത്യന്റെ ഒരു പ്രശ്നം, in many corners we are majoring on minors. പല മൈനർ കാര്യങ്ങളുണ്ട്. മൈനർ കാര്യങ്ങളിലെ ഒന്നാണ്
felt needs. These are minor things. But what is that major thing? Major thing is to dwell on the election. Why God has chosen me. What is his plan? The greatness of God in choosing a person like me. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. In chapter 1 verse 12 ഇങ്ങനെയല്ലേ നമ്മൾ വായിച്ചത്? It was revealed to them. പ്രോഫിറ്റ്സിനെ കുറിച്ച് പറയുക, പ്രവാചകന്മാർക്ക് യേശുവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തായിരുന്നു. It was revealed to them, but they were not serving themselves. Look at that verse again. They were not serving themselves. The prophets, Isaiah or Jeremiah or whoever who was prophesying about the seed, Micah or Malachi, they were not ministering to themselves, but you. പത്രോസ് പറയാ, നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ വിളിച്ചു പറഞ്ഞത്. എന്തുവാ നിങ്ങളുടെ പ്രത്യേകത? When they spoke the things they have now been told you by those who have preached the gospel to you by the Holy Spirit sent from heaven, even angels long to look into these things. ദൂതന്മാര് നോക്കിക്കൊണ്ടിരുന്ന, പ്രവാചകന്മാര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന, prophets were declaring, but they were not serving themselves. They were serving you. Angels were hoping that they would see this day of salvation. They couldn't, but you are living it. 1:20 വാക്യത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത്? He was chosen. യേശുവിനെ കുറിച്ച് പറയാ, he was chosen before the creation of the world, but was revealed in these last times. അവിടെ നിർത്തിയായിരുന്നെങ്കിൽ we would still glorify God. പക്ഷെ അവിടെ അല്ല വാക്യം നിൽക്കുന്നത്. വാക്യം നിൽക്കുന്നത് he was revealed in these last times for your sake. നിങ്ങൾക്ക് വേണ്ടി അവൻ പ്രത്യക്ഷരായി. പരദേശികളെ, ചിതറിപ്പാർക്കുന്നവരെ, നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവത്തിന്. അതാ പത്രോസ് പറയുന്നത്. ദൈവത്തിന് നിങ്ങളെ ഇത്രമേൽ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശു പര. എന്തുവാ സ്നേഹത്തിന്റെ ലക്ഷണം? അവൻ നമുക്ക് വേണ്ടി അന്ത്യനാളിൽ പ്രത്യക്ഷനായി. അവൻ നമുക്ക് വേണ്ടി രക്ഷയെ ഒരുക്കി. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഇരുന്ന ശാപത്തിന്റെ അവസ്ഥ, ഹൃദയം രൂപാന്തരം വരാത്ത അവസ്ഥയിൽ നിന്നും he redeemed us. വിലയ്ക്ക് വാങ്ങി. എങ്ങനെ വിലയ്ക്ക് വാങ്ങി? 1:19 വാക്യത്തിൽ ഇങ്ങനെയല്ലേ? വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്ത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവിന്റെ നിർദോഷമായ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ ആ വിലേറിയ രക്തത്താൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇതെല്ലാം വേദശാസ്ത്രപരമായ കാര്യമാണ്. ഞാൻ പിന്നെയും ഓർപ്പിക്കട്ടെ, മെട്രോ ചർച്ച്, if somebody is saying somewhere, that person might be popular, saying, oh, theology is not important. Look at this unschooled man here, Peter, in the midst of crisis. ചിലപ്പം പറയത്തില്ലേ, ക്ഷീണവും വേദനയും ഇരിക്കുന്നവരോടാണോ ബ്രദറെ തിയോളജി പറയുന്നത്? അതേ, ക്ഷീണത്തിലും പരിഹാസത്തിലും പരദേശികളായി ഇരിക്കുന്നവരോട് in chapter 1 verse 2 Peter is declaring rich theological insight. എന്തുവാ പറയുന്നത്? നിങ്ങൾ ആയിരിക്കുന്ന സർക്കംസ്റ്റൻസ് നോക്കി നിങ്ങൾ ഭീരുക്കളായി ജീവിക്കണ്ട. പിതാവിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലൂടെ അനുസരണത്തിനായി യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനായി നിങ്ങൾ വൃതന്മാരായി. ഇതാ പറയുന്നത്. ഇറ്റ്സ് ഓൾ ഹെവി തിയോളജിക്കൽ ഇൻസൈറ്റ്സ് ദാറ്റ് പീറ്റർ ഈസ് ഡിക്ലെയറിംഗ്. ഇന്നത്തെ ദിവസം രാത്രിയിൽ ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഐ ഡോണ്ട് നോ വാട്ട് സിറ്റുവേഷൻ ദാറ്റ് യു ആർ ഇൻ ആസ് എ ഫാമിലി. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എനി ട്രയൽസ് or difficulties, you can cling on to the unchanging promises of God's word. That promises you are foreknew by God, you are sanctified by the Holy Spirit, the blood of Jesus is sprinkled on your life. എന്ന് പറഞ്ഞാൽ you are made a member of the new covenant by the grace of God, and the faith that we exercise itself is a gift that was given to us. ഇന്നത്തെ ഈ ദിവസം രാത്രിയിലത്തെ ചിന്തയ്ക്കായി ഞാൻ നിങ്ങളുടെ മനസ്സിനെ ഒരുക്കട്ടെ. പത്രോസ് പ്രധാനമായിട്ടും he is concerned of two things. One is their eyes in the midst of crisis, their eyes should not be taken off from God, the triune God. എന്നിട്ട് 1:13 മുതൽ നമ്മുടെ ഇന്നത്തെ ചിന്തകൾ. Let me read 1:13. 1:1 to 12, it was about God, his election, the purpose of new birth experience, the testing of faith, and prophet's declaration. In 1:13, therefore,
ഇങ്ങനെയല്ലേ ആൾക്കാർ പറയുന്നത്? whenever you see therefore we should ask why it is therefore. therefore എന്ന് പറയുന്നത് ഇതാണ്: because God has done this great election, because God picked you, his foreknowledge is on you. Now therefore, with minds that are alert and fully sober, set your hope on the grace to be brought to you when Jesus Christ is revealed at his coming. എന്തുവാണ് ഇന്നത്തെ ദിവസം രാത്രിയിൽ നമ്മളോട് ദൈവത്തിന് സംസാരിക്കാനുള്ളത്? കേൾക്കണം. 1:13 മുതൽ 2:2 വരെ ക്ലേശത്തിലിരിക്കുന്നവരോട് 5 കൽപ്പനകളാ പത്രോസ് പറയുന്നത്. ദീസ് ആർ ഇംപെരറ്റീവ്സ്. നമുക്ക് സാധാരണ അറിയാവുന്നത് ദൈവത്തെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, കള്ളം പറയരുത്. വി നോ ദ കമാൻഡ്മെന്റ്സ്. There are 5 commandments, imperatives from 1:13 onwards. In the midst of crisis, we have to hold these 5 imperatives close to our heart in 2026. ആദ്യത്തെ ഇംപെരറ്റീവ് പറയുന്നത് നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായിരിക്കണം. മനസ്സുറപ്പിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ എന്തുവാ? മൈൻഡ്സ് ദാറ്റ് ആർ അലേർട്ട്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ മൂലപദത്തിന്റെ അർത്ഥം വാസ്തവത്തിൽ ഇസ് ബ്യൂട്ടിഫുൾ. ദർ ഇസ് എ വേർഡ് പിക്ചർ ദർ ബിഹൈൻഡ് ദാറ്റ് വേർഡ്. മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി, കുടുംബമായി, husband and wife together, along with children, when you sit for family prayer, or when you come together on Sunday, corporate time of worship. മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? The word picture there, the old KJV captured that old picture. അതുകൊണ്ടാണ് പഴയ KJV പരിഭാഷയിലെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാ: gird up the loins of your minds. എന്തുവാ gird up the loins of your minds എന്ന് പറഞ്ഞാൽ? ഇതൊരു ഇഡിയമാണ്, ഇതൊരു ഫ്രേസ് ആണ്. എന്ന് പറഞ്ഞാൽ in ancient practice of men, അവരൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങാൻ നേരം tucking their long ropes into their belt. ഇന്ന് നമ്മൾ കാണത്തില്ലേ, പെട്ടെന്ന് ഒരു കാര്യം നമ്മൾ കിച്ചണിൽ ചെയ്യാൻ വേണ്ടി ആകട്ടെ, ബാക്ക് യാർഡിൽ ചെയ്യാനാകട്ടെ, പെട്ടെന്ന് നമ്മൾ റോളിങ് അവർ സ്ലീവ്സ്. പണ്ടത്തെ കാലത്ത് ഫ്ലോയിങ് റോപ്സ് ആയിരുന്നത് കൊണ്ട് അത് ഈ ടക്കിൻ ഇൻ ടു ദ ബെൽറ്റ്. ഒരാക്ഷന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് പിടിച്ച് കെട്ടി ഒന്നിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. Metro Church in 2026, if we chase 2 things, both will escape. Chasing, pursuing one thing. അതേതാ? മനസ്സുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ, gird up the loins of your mind എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിൽ തന്നെ പറയുന്നു. അനുദിനം 2026-ൽ ഫാമിലി പ്രയറിന് ഇരിക്കുമ്പോഴും പേഴ്സണൽ ഡിവോഷനിൽ ഇരിക്കുമ്പോഴും may our minds be filled with the coming of Christ. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രത്യാശ വെക്കാം. കാരണം ഈ ക്രൈസിസിലൂടെ പോകുന്നവരോട് എന്തെങ്കിലും പെരിഫറൽ സൂപ്പർഫിഷ്യൽ കാര്യങ്ങൾ പറയാതെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, ഇതാരാ പറയുന്നതെന്ന് ഓർക്കണം. ഭൗമികതയും വൈകാരികതയും നിറഞ്ഞിരുന്ന പത്രോസ് ആഴത്തിലുള്ള ആത്മീക സത്യം പറയുക. ഗേർഡ് അപ്പ് ദ ലോയിൻസ് ഓഫ് യുവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ വിഷമങ്ങളുടെ നടുവിൽ നമ്മുടെ മനസ്സ് വല്ലാതെ ഓടിപ്പോകാൻ സാധ്യതയുണ്ട്. തലമുറയെ കുറിച്ചാകട്ടെ, ശാരീരികമായിട്ടുള്ളതാകട്ടെ, ഒരു ഫ്ലോയിങ് റോബ് പോലെ, അഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ലീവ് പോലെ ആത്മീകതയിൽ ഫോക്കസ് ചെയ്യാൻ ഒക്കാതെ, ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്, ഒന്ന് ബൈബിൾ വായിക്കണമെന്നുണ്ട്, പക്ഷേ ഇതിനുള്ള സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇതിനുള്ളൊരു മാനസിക അവസ്ഥ അല്ല, എപ്പോഴും സ്ട്രെസ്ഡ് ആണ്. ചില സന്ദർഭങ്ങളിൽ ആന്റി ഡിപ്രസൻസ് ക്യാപ്സ്യൂൾസ് ഇല്ലാതെ ഉറങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥ. ഉറക്കം ഇല്ല, ഊണിലും ഉറക്കത്തിലും വ്യാകുലത നിറഞ്ഞ ഒരനുഭവത്തിൽ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? ഈ വാക്യങ്ങളിൽ ജീവൻ അടങ്ങിയിട്ടുണ്ട്.
ഇന്നത്തെ ദിവസം രാത്രിയിൽ മനസ്സുറപ്പിക്കാനുള്ള ദൈവത്തിന്റെ ഒരു കൃപ ഈ വചനങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ, ഇത് ജോ തോമസിന്റെ വാക്യങ്ങളല്ല, ഇത് ദൈവത്തിന്റെ വാക്യമാണ്. ഇത് ജീവനായി ഇന്നത്തെ ദിവസം രാത്രിയിൽ നിങ്ങളിൽ ഇറങ്ങി വരാൻ ശക്തിയുള്ള വാക്യമാണ്. കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തുവെന്നും ഈ കാലത്തിൽ ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെടാൻ വേണ്ടി, ഇഫ് ഗോഡ് ഹാസ് കോൾഡ് യു, then we are not the people lost in the dark searching for meaning out there in entertainment or in that and this, but let our mind be focused, let our mind be alert. Gird up the loins എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചൊന്ന് നിയന്ത്രിച്ച് പ്രത്യക്ഷതയിൽ പ്രത്യാശ വെക്കാൻ. മെസ്സേജ് പരിഭാഷ ഇങ്ങനെയാ പറയുന്നത്, സോ because there is a plan on your life, there is a purpose and God's election. യൂജിൻ പീറ്റർസൺ പറയുന്നത് ഇങ്ങനെയാ, roll up your sleeves, put your mind in gear, get ready for action to speak about the coming of Christ. How wonderful that would be as a family when you sit together encouraging one another. Yeah, we do not know when our Lord is returning. Maybe it can happen in one of these days. കുഞ്ഞുങ്ങൾ അത് കേൾക്കട്ടെ, that father is excited about the coming of Christ. ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഉള്ള പ്രഭാഷണങ്ങളാകട്ടെ, പ്രത്യാശയാകട്ടെ നഷ്ടപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ കുറച്ച് നാളൂടെ സന്തോഷമായിട്ടും ക്ഷേമത്തോടും ജീവിക്കാനുള്ള ഒരു തത്രപ്പാടിന്റെ നടുവിൽ പത്രോസ് പറയുന്നത് എങ്ങനെയാ, മനസ്സുറപ്പിച്ച് നിർമ്മതരായെന്ന് പറഞ്ഞാൽ, സോബർ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഡ്രങ്കൻ ആൾക്കാരെ പോലെ അതുമിതും വിളിച്ചു പറയാതെ, അതുമിതും ചിന്തിക്കാതെ, പല വിഷൻസ് ഉണ്ടാകാതെ, പല മാനസികാവസ്ഥകൾ ഉണ്ടാതെ. ചർച്ച വരുമ്പോൾ ഒരു മാനസികാവസ്ഥ, തിങ്കളാഴ്ച വേറൊരു അവസ്ഥ, വൈകിട്ട് വേറൊരു അവസ്ഥ, മനസ്സിന് നിയന്ത്രണമില്ലാതെ അഴിഞ്ഞു പോകുന്ന കുപ്പായം പോലെ കിടക്കുന്ന അവസ്ഥയിൽ നിന്നും ആ മനസ്സിനെ ഒന്ന് പിടിച്ച് നിയന്ത്രിക്കാനുള്ള കൃപയ്ക്കായി യാചിക്കുക എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച ജോലി സ്ഥലത്ത് പോകുമ്പോഴും പ്രത്യാശ, തിങ്കളാഴ്ച വൈകിട്ട് ഫാമിലി പ്രേയർ ഇരിക്കുമ്പോഴും പ്രത്യാശ, ഞായറാഴ്ച ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോഴും പ്രത്യാശ. പ്രത്യാശ നിറയുന്ന ഒരു 2026 ആകാൻ ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ കർത്താവ് നമ്മളെ വിളിക്കുക. ലോർഡ്, fill my heart with the hope of your coming. Let my mind be under control where I focus on one thing, that is the coming of Christ. ഇത് മൂന്നാമത്തെ 1:3 മുതൽ ചില വാക്യങ്ങൾ ഞാൻ പറയാം. പത്രോസിന്റെ വാക്കുകൾ മുഴുവൻ ഇറ്റ്സ് അബൌട്ട് ഫ്യൂച്ചർ ഹോപ്പ്. 1:3 പറയുന്നത് ഇങ്ങനെയല്ലേ, നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ടാണ് വീണ്ടും ജനിപ്പിച്ചത്. നമ്മളെ ദൈവം വീണ്ടും ജനിപ്പിച്ചത് യാതൊരു ട്രബിളും ഇല്ലാത്ത ഒരു ലൈഫിന് വേണ്ടി അല്ല. ഇവിടെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് പ്രത്യാശയ്ക്കായിട്ടാണ് എന്ന് 3-ാം വാക്യത്തിൽ. 1:4 വാക്യത്തിൽ അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ പിന്നെയും ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഇതെല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് പീറ്റർ പറയുന്നത്. നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട്, അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്കായിട്ട്. എന്നിട്ട് 4-ാം വാക്യത്തിൽ തന്നെ പറയുന്നത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാ. ഈ ലോകത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എവിടെങ്കിലും അല്ല. ഈ സ്ട്രീറ്റിൽ നിന്ന് അടുത്തൊരു സ്ട്രീറ്റിലേക്ക് മാറുക എന്നുള്ളതല്ല നമ്മുടെ വാഗ്ദത്തം. നമ്മുടെ അൾട്ടിമേറ്റ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പ്രത്യാശയെ കുറിച്ചാണ് പത്രോസ് പറയുന്നത്. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയല്ലേ, 1:7 വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് എപ്പോഴാ, എന്തുവാ പത്രോസെ? വാട്ട് ഈസ് ഡ്രൈവിംഗ് യു? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. 9-ാം വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും. ഈ മനുഷ്യനെ, ഈ പത്രോസ് എന്ന മനുഷ്യനെ യു കട്ട് ഹിം, എന്തുവാ വെളിയിലോട്ട് വരുന്നത്? ഹോപ്പ്, ഹോപ്പ്, വിശ്വാസത്തിന്റെ അന്തമായ രക്ഷ, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്, ക്ഷേമാലിന്യം, വാട്ടം എന്നിവ ഏശാത്വമായ ഒരു അവകാശം, അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ, ജീവനുള്ള പ്രത്യാശ. ഈ വർഷം കർത്താവിന് ഇത് നമ്മളിലൂടെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ഈസ് അപ്പ് ദേർ ഇൻ ദ മന്ത് ഓഫ് ഫെബ്രുവരി. എന്തെങ്കിലും ഒരു കാര്യം തിക്തമായി സംഭവിക്കുമ്പോ ചിലപ്പോ പാനിക്കോടെ ഹസ്ബൻഡ് പറയുക, ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് അസ്. ആ സമയത്ത് വൈഫ്
ഈ വാക്യങ്ങൾ ഓർത്ത്, ബട്ട് അച്ഛാ, തിങ്സ് ആർ ഫൈൻ ബിക്കോസ് വി ഹാവ് എ ഹോപ്പ്. ആ ഹോപ്പിനൊരു ഭംഗവും വരത്തില്ല. കാരണം ഇത് ലോകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതല്ല, ഇത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതിനെ ഈ ലോകത്തിലെ രോഗത്തിനോ ക്രൈസിസിനോ ജോബ് ലോസിനോ ഒന്നും അഫക്റ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു അവകാശമാണ് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഈ അവകാശത്തിന്റെ ഉറപ്പ് എന്താ? ഈ അവകാശത്തിന്റെ ഉറപ്പ് എന്താന്ന് ചോദിച്ചാൽ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാ, ഈ 3-ാം വാക്യത്തിൽ, ലിവിങ് ഹോപ്പ് ത്രൂ ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ്. എങ്ങനെയാ ലിവിങ് ഹോപ്പ് വന്നത്? ഉയർത്തെഴുന്നേറ്റ യേശുവാണ് എനിക്ക് ലിവിങ് ഹോപ്പ് തന്നിരിക്കുന്നത്. ഇനി നാളെ സംഭവിക്കാൻ പോകുന്ന ഒന്നിലല്ല എന്റെ ലിവിങ് ഹോപ്പ് ഇരിക്കുന്നത്. ഓൾറെഡി സംഭവിച്ചൊരു കാര്യം. അതെന്താ സംഭവിച്ചത്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിലൂടെ എനിക്ക് ലഭിച്ച ലിവിങ് ഹോപ്പ്. ഇതെങ്ങനെ ലിവിങ് ആയത്? കാരണം ജീസസ് കോൺകേർഡ് ഡെത്ത്. ഇതിനെക്കാട്ടി വലിയൊരു എനിമി ഇല്ല, ഇതിനെക്കാട്ടി വലിയൊരു തടസ്സമില്ല. ജീസസ് കോൺകേർഡ് ഡെത്ത് ആൻഡ് ഗേവ് മീ ദിസ് ലിവിങ് ഹോപ്പ്. ഇത് മരിക്കത്തില്ല എന്നുള്ള ഹോപ്പല്ല, ഇത് മരിച്ചാലും ഉയർക്കുമെന്നുള്ള ഹോപ്പാണ്. ഇത് രോഗം വരത്തില്ല എന്നുള്ള ഹോപ്പല്ല. രോഗം വന്ന് ദേഹം പിടിച്ചെന്നാലും ദേഹം വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. അതാണ് ഹോപ്പ്. The hope of the church is not, I will not be sick, I will not die. The hope of the church is, a day is coming. രക്ഷയുടെ ദിവസം വരുന്നു. സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഞാൻ ഇങ്ങനെ പറയുമ്പോ ചിലരെങ്കിലും ഓർക്കും, അല്ല ഈ ലോകത്തിൽ അപ്പൊ നമുക്കൊന്നുമില്ലേ? ഈ ലോകത്തിലുണ്ട്. എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ 4-ാമത്തെ വാക്യത്തിലുണ്ട്. ഈ 5-ാം വാക്യത്തിൽ കാണാം, ത്രൂ ഫെയ്ത്ത് വി ആർ ഷീൽഡഡ്. ആ ക്രിസ്തുവിന്റെ നാളോളം എന്നെ ദൈവം വിളിച്ചതിന്റെ ഉദ്ദേശം തീരുന്നിടം വരെ ആത്മാവിനാൽ ഒരു സംരക്ഷണം എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുക. വി ആർ ഷീൽഡഡ് ബൈ ഗോഡ്സ് പവർ until the coming of the salvation. ഈ ലോകത്തിലുള്ള ഓരോ ദിവസവും I want you to believe not my words but the words written in holy scriptures, that Holy Spirit will guard your heart until that day. Whether it is our departure from this world or the coming of Christ, വിശ്വാസത്തിൽ നിന്ന് വീണു പോകാതെ, through the crisis and difficult situation, the promise of God is this, that I will guard your heart from losing this hope. അതല്ലേ ഏറ്റവും വലിയ കാര്യം. ഒരുമിച്ചിരിക്കുമ്പോ ഏതവസ്ഥയുടെ നടുവിലും കർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ ഹൃദയം കാക്കപ്പെടുമെന്ന് ഇത് തന്നെയല്ലേ തിരുവചനം പറയുന്നത്. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവം. ഇതാണ് സഭയുടെ ഹോപ്പ്. അതാ 1:13 പറയുന്നത്, therefore with minds that are alert and fully sober, set your hope on the grace to be brought to you when Jesus Christ is revealed at his coming. രണ്ടാമത് താൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഒന്നാമത്, the coming of Christ is the imperative. Set your hope എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല, ഇറ്റ്സ് എ കമാൻഡ്മെന്റ്. രണ്ടാമത് പറയുന്നത് 1:15, second imperative. In the midst of trials, this is the second commandment. Just as he who called you is holy, so be holy in all you do. എന്തുവാ പത്രോസിന് പറയാനുള്ളത്? സാധാരണഗതി നമ്മൾ ചിന്തിക്കത്തില്ലേ, ഇപ്പോഴാണോ വിശുദ്ധിയെ കുറിച്ച് പറയാനുള്ളത്? എല്ലാം തകർന്നിരിക്കുന്ന മനുഷ്യരോടാണോ വിശുദ്ധിയെ കുറിച്ച് പറയാനുള്ളത്? അതെ, ഇതല്ലേ പറയുന്നത് പത്രോസ്. പുറമേയുള്ള മനുഷ്യനിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല അൾട്ടിമേറ്റ് ആയിട്ട് ഒരു വിശ്വാസിയെ വ്യാകുലപ്പെടുത്തേണ്ടത്. കേൾക്കണമേ, നമ്മുടെ പുറമേയുള്ള മനുഷ്യനിലോ പുറമേയുള്ള സാഹചര്യങ്ങളിലോ നടക്കുന്ന കാര്യങ്ങളല്ല അൾട്ടിമേറ്റ്ലി നമ്മളെ വറി ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ എന്താ? ഹോളിനെസ്. ബി ഹോളി is the second commandment. വിശുദ്ധനായ ദൈവം വിശുദ്ധിയുടെ വിളി കൊണ്ട്
നമ്മളെ വിളിച്ചിരിക്കുന്നു. ഒരു വിശുദ്ധ വിളിയാലാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ കാലത്ത് നമ്മൾ മാതൃകയാക്കിയ മോഹങ്ങളുണ്ട്. എവിടെ ഉണ്ട്? വേഴ്സ് 14 നോക്കിയേ. വേഴ്സ് 14 ബി ഹോളി എന്ന് പറയുന്നതിന്റെ തൊട്ട് മുമ്പുള്ള വാക്യത്തിൽ കിടപ്പുണ്ട്, വാട്ട്സ് എ കോണ്ടെക്സ്റ്റ് ഓഫ് എ കമാൻഡ്മെന്റ് ലൈക്ക് ദിസ്. പത്രോസ് അഫ്രൈഡ് ആണ്. എന്തോ അഫ്രൈഡ് എന്ന് ചോദിച്ചാൽ, ഈ ട്രയൽസും ടെംപ്റ്റേഷനും അവരെ പഴയ ലൈഫിലേക്ക് കൊണ്ടുപോകുമോ? ഏതാ പഴയ ലൈഫ്? നോക്കിയേ. ആസ് ഒബീഡിയന്റ് ചിൽഡ്രൻ ഡു നോട്ട് കൺഫോം ടു ദ ഈവിൾ ഡിസയേഴ്സ് you had when you lived in ignorance. എന്താ ഈ ഈവിൾ ഡിസയേഴ്സ്? മലയാള പരിഭാഷയിൽ കാണുന്ന അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ മാതൃകയാക്കാതെ. ഇത് എന്ത് മോഹങ്ങൾ എന്റെ കാര്യമായി പറയുന്നേ? പ്രധാനമായിട്ടും രണ്ടാണ്: ജഡമോഹം, ലോകമോഹം. Ephesians chapter 2 verse 1 onwards, Paul is very clear. ഏതിൽ നിന്നാ ദൈവം നമ്മളെ രക്ഷിച്ചത്? ഒരു ആവറേജ് ബിലീവർ പറയും, ഐ ആം സേവ്ഡ് ഫ്രം ഹെൽ. ദാറ്റ് ഈസ് ട്രൂ. ബട്ട് വി ആർ ഓൾസോ സേവ്ഡ് ഫ്രം ദിസ് ലോസ്നെസ്. ഏത് ലോസ്നെസ്? darkened in our understanding, looking at the carnal desires. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല, കൺമുമ്പിൽ കാണുന്ന ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപങ്ങൾ. എങ്ങനെയെങ്കിലും മനുഷ്യന്റെ മുമ്പിൽ വലുതാകണം, എല്ലാവരുടെയും ഒരു ഓണർ പിടിച്ചു പറ്റണം. അതിന് നമുക്കറിയാമല്ലോ, ഈ കാലത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പണവും വിദ്യാഭ്യാസവുമാണ് ഏറ്റവും വലിയ കാര്യം. ഒരു വിശ്വാസിക്കും പണവും വിദ്യാഭ്യാസവുമാണ് ഏറ്റവും വലിയ കാര്യമെങ്കിൽ പണം വേണ്ടേ ഈ ലോകത്തിൽ ജീവിക്കാൻ? അതെ. വിദ്യാഭ്യാസം വേണ്ടേ? അതെ. ഒരു അസെറ്റിക് ലൈഫ് സ്റ്റൈലിലേക്കല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്. വിദ്യാഭ്യാസം വേണ്ട, പണം വേണ്ട, ഗോ ആൻഡ് ലിവ്. ഒരു ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റിയുടെ വേൾഡ് വ്യൂ പോലെ അതല്ല ബിബ്ലിക്കൽ വ്യൂ. എന്നാൽ അജ്ഞാന കാലത്തുണ്ടായ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കെങ്ങനെയും ഒന്നാമനാകണം. അതിനുവേണ്ടിയാണ് എന്റെ ഫാസ്റ്റിംഗ് പ്രെയർ, അതിനുവേണ്ടിയാണ് എന്റെ ദശാംശം കൊടുപ്പ്. ദശാംശം കൊടുക്കുന്നത് തന്നെ എനിക്ക് ഇങ്ങോട്ട് കിട്ടണം. Somehow I want to climb the ladders of success and make a mark and thereby glorify God. എങ്ങനെയാ ദൈവം ഗ്ലോറിഫൈഡ് ആകുന്നത്? ജോൺ പൈപ്പർ അല്ലേ പറഞ്ഞത്, God is more glorified when we are satisfied in him. ഈ പത്രോസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, God is glorified when we set our hope in him, when we live a holy life. That's when God is glorified. God is most glorified when we are content with what is given to us than be driven by passions in ignorance. ആ ഒരു അജ്ഞാന കാലത്തിലുണ്ടായ ജഡ അഭിലാഷങ്ങളും ലോകവും 2026 ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മേ ഗോഡ് ഗൈഡ് അവർ തോട്ട്സ്. ഇത് ലോകത്തിന്റെ ചിന്താധാരയിൽ വലുതാണോ, ദൈവത്തിന്റെ ചിന്താധാരയിൽ വലുതാണോ? ഇത് രണ്ടുകൂടെ ഒരുമിച്ച് പോകാൻ വലിയ കാര്യം, ഇത് ഇമ്പോസിബിൾ ആണ്. ലോകവും വേർഡ് ആൻഡ് വേൾഡ് ടു മെർജ്. അതാണ് ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പ്രശ്നം. ക്രിസ്ത്യാനിറ്റി ഹാസ് ബിക്കം സോ abnormal that is normal Christian life would seem like, oh, this is imbalance. അങ്ങനത്തെ ഒരു കാലത്താണ് ഇപ്പോൾ ആയിരിക്കുന്നത്. പത്രോസ് വിളിച്ചു പറയുന്ന ഇതാണ്, oh, I urge you as foreigners, as aliens, scattered, sown abroad, വാരി വിതറപ്പെട്ടവരെ, നിങ്ങൾ ഈ ലോകത്തിലല്ല പ്രത്യാശ വെക്കേണ്ടത്, ദൈവത്തിൽ പ്രത്യാശ വെക്കണം. നിങ്ങൾ ഈ ലോകത്തിന്റെ മോഹങ്ങളിലല്ല ജീവിക്കേണ്ടത്, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വിശുദ്ധനായ ദൈവത്തിന് ചേരാത്ത ഒരു സ്വഭാവവും ഒരു ചിന്താധാരയും. ചാപ്റ്റർ 2 വേഴ്സ് 11 ഓൺവേർഡ്സ് പിന്നെയും പറയുന്നത് എന്താ നോക്കിയേ. ഈ ഹോളിനെസ്സിനോടുള്ള ബന്ധത്തിൽ, ഡിയർ ഫ്രണ്ട്സ്, ഐ urge you as foreigners and exiles to abstain from sinful desires which wage war against your soul. നമ്മൾ അത് അനുഭവിക്കുന്നുണ്ടോ ദൈവമക്കളെ അനുദിനം? വാസ്തവത്തിൽ ഫാസ്റ്റിംഗ് പ്രയറിനാണ് അത് ശരിക്കും നമ്മൾ തിരിച്ചറിയേണ്ടത്. ബിക്കോസ് വി ഹാവ് പോസ്റ്റ്, വി ആർ ക്വയറ്റനിങ് അവർ ഹാർട്ട്സ്. Lord, speak to me the areas that I need to change.
ഇതാണ് കർത്താവിന് പറയാനുള്ളത്. ഈ 2026 ഓരോ ദിവസവും കർത്താവ് നമ്മളെ ജീവനോട് ശേഷിപ്പിച്ചിരിക്കുന്ന ഓരോ ദിവസവും ദൈവത്തിന് ഇഷ്ടമുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാനായി. റോമാലേഖനം 12 തുടങ്ങുന്നത് ഇങ്ങനെയല്ലേ, therefore, ഒരു വലിയ രക്ഷ നമുക്കുള്ളത് കൊണ്ട് മനസ്സ് പുതുക്കി നമ്മൾ രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയണമെങ്കിൽ മനസ്സ് നിയന്ത്രിച്ചാലേ ഒക്കത്തുള്ളൂ. വിശുദ്ധനായ ദൈവത്തിന്റെ ആ ശോഭ നമ്മൾ കണ്ടാലേ ഒക്കത്തുള്ളൂ. വിശുദ്ധി എന്ന പദത്തിന്റെ അർത്ഥം ഇത്ര മാത്രമാണ്: സെറ്റ് അപ്പാർട്ട്, ബി സെപ്പറേറ്റഡ്. ബിക്കോസ് അവർ ഗോഡ് ഈസ് ഡിഫറെന്റ് ഫ്രം അതർ ഗോഡ്സ് ആൻഡ് ഗോഡസസ്, വി ടു ആർ ടു ബി ഡിഫറെന്റ്. ഒരു കാര്യം അൺമിസ്റ്റേക്കബിൾ ആയിട്ട് യേശു പറഞ്ഞില്ലേ, യു കാനോട്ട് സെർവ് ബോത്ത് ഗോഡ് ആൻഡ് മണി, മാമൻ, പൊസഷൻസ്. അതാണ് ദൈവത്തിന് തുല്യമായി നിൽക്കുന്ന വേറൊരു ശക്തി. എന്നെ വന്ന് സേവിക്ക എന്ന്, പൈസ തരാം, ഞാൻ നിനക്ക് പൈസ തരാം, 1 മണിക്കൂറൂടെ എന്നെ സേവിക്ക്, ഐ വിൽ ഗിവ് യു മോർ മണി. ദൈവത്തെ മറന്നുകൊണ്ട്, കുഞ്ഞുങ്ങളെ മറന്നുകൊണ്ട്, ഏലിയൻസും എക്സൈൽസ് എന്നുമുള്ള സ്റ്റേറ്റസ് മറന്നുകൊണ്ട് നമ്മൾ കിടന്ന് പണമുണ്ടാക്കി അവസാനം പ്രത്യാശയും നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത സ്ഥിതിയിൽ വരാതെ മനസ്സ് നിയന്ത്രിച്ച് വിശുദ്ധനായ ദൈവത്തെ കണ്ടുകൊണ്ട്. ഇത് പറയുമ്പോൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഓർക്കും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വേർ യു ആർ എന്നുള്ളത്. ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാ പാസ്റ്റർക്ക് ഞങ്ങളുടെ കാര്യം അറിയാവുന്നേ? ഐ വാസ് ഇൻ ഡാലസ് couple of months back. I was with my cousin in her house. She is a RN nurse doing very well. I was interacting with her. എന്നോട് പറഞ്ഞതാ, ജോ, I work only 3 days. I can work for 5 days or more. But I want to take care of my 3 daughters. അതി കുറച്ചുള്ള പൈസ എനിക്ക് മതിയെന്ന്. I was surprised in Dallas. Here is a mother. She can earn more money. പക്ഷേ കർത്താവിന്റെ വചനത്തിൽ നിന്നും മനസ്സിലായി, I don't want to sacrifice my children for the sake of job. I requested them, give me work only 3 days. I will do that. അതിൽ പരിമിതപ്പെട്ട് ഞാൻ ജീവിക്കാം. കുഞ്ഞുങ്ങൾക്ക് പണത്തെക്കാട്ടിൽ വേണ്ടിയത് എന്നെയാ, എന്റെ സാന്നിധ്യമാ. ഞാൻ അവരോട് ദൈവവചനം പഠിപ്പിക്കണം, ഞാൻ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. It is possible. In 2026, get the priorities right. Get what is driving us. എന്തിന്റെ പുറകെയാണ് നമ്മൾ ഓടുന്നത്? പത്രോസ് പറയുന്നത് അതാ, ഡോണ്ട് വറി അബൌട്ട് ഔട്ട്സൈഡ്. ആ വെളിയിൽ നിങ്ങളെ ദുഷിക്കുന്നു, പരിഹസിക്കുന്നു, അതൊക്കെ നിങ്ങൾ വിട്. നിങ്ങൾ നോക്കേണ്ടത് മനസ്സുറപ്പിക്കണം, ദൈവ പ്രത്യാശയെങ്കിലേക്ക് മടങ്ങി വരണം. എന്നിട്ട് രണ്ടാമത് പറയുന്ന വിശുദ്ധിയിലേക്ക്. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ വെള്ള ഇടുന്നത് മാത്രമല്ല. പണ്ടത്തെ പിതാക്കന്മാർ നമുക്കറിയാമല്ലോ, അവർ വെള്ള ഇട്ടത് തന്നെ ആന്തരികമായ സെപ്പറേഷൻ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വെള്ള ഇട്ടത്. പക്ഷെ ഇന്ന് ആന്തരിക സെപ്പറേഷൻ ഫ്രം പൊസഷൻസ്, മെറ്റീരിയലിസ്റ്റിക് വേൾഡ് വ്യൂവിൽ നിന്നില്ലാതെ നമ്മൾ സൺഡേ ഒരു വെള്ളക്കുപ്പായം തയ്ച്ചുകൊണ്ട് ഞാൻ ഇട്ടുകൊണ്ട് നിന്നാൽ എന്റെ മൈൻഡ് മുഴുവൻ എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, ഇതാണ് എന്റെ മൈൻഡിലെങ്കിൽ ഈ വെള്ള ഉടുപ്പ് കൊണ്ട് എന്താ എനിക്ക് പ്രയോജനം? Holiness has to do with our inner man, a separated lifestyle when it comes to world view and priorities. And God will give you the grace. ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ God will work deep within your heart. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ you will come out with decisions. You will come out with radical changes. And that will set you on the course for eternity. That will bring our children back to the purposes of God, the plans of God. There is no shortcut. It involves toil, deep toil in making disciples. മൂന്നാമത്തെ കാര്യം, മൂന്നാമത്തെ imperative. First in verse 13 about hope. Second imperative is holiness. Third imperative is verse 17. എന്തോ ഒരു കാര്യമാ പത്രോസ് പറയുന്നത്. ഞാൻ ആ വാക്യം വായിച്ചിട്ട് ഞാൻ പറയാം അതിന്റെ മീനിങ് എന്തുവാ.
Since you call on a Father who judges each person's work impartially, live out your time as foreigners here in reverent fear. മലയാള പരിഭാഷ ഇങ്ങനല്ലേ പറയുന്നു? ഒറ്റവാക്കി പറഞ്ഞ ഇതാ, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. എന്നെ ചിന്തിപ്പിച്ചത്, എക്സൈൽസിന് പേടിക്കേണ്ടത് ആരെയാ വാസ്തവത്തിൽ? അവരായിരിക്കുന്ന കൾച്ചറിൽ ദേ ആർ ഓസ്ട്രസൈസ്ഡ്, ദേ ആർ കോർണേർഡ്. പോപ്പുലർ മെജോറിറ്റി കൾച്ചർ ഈ ക്രിസ്ത്യൻസിനെ ഒതുക്കാൻ നോക്കുക, അവരെ പരിഹസിക്കുക, അവരെ നിന്ദിക്കുക. പത്രോസ് പറയുന്നത് എന്താണെന്നറിയോ? എവിടുന്ന് കേട്ടതായിരിക്കും ഇത്? യേശുവിങ്കിൽ നിന്ന് കേട്ടതല്ലേ ഇത്? നിങ്ങളുടെ പുറമേയുള്ള മനുഷ്യനെ കൊല്ലുന്നവരെ അല്ല നിങ്ങൾ ഭയക്കേണ്ടത്. നിങ്ങൾ ഭയക്കേണ്ടത് ഒരു കാര്യമാണ്. നമ്മൾ ഭയക്കേണ്ടത്, അയ്യോ എന്റെ മോർഗേജ് ഇല്ലാതെ എന്റെ വീട് വിൽക്കേണ്ട വരുമോ, ഇതല്ല നമ്മൾ ഭയക്കേണ്ടത്. നമ്മൾ ഭയക്കേണ്ടത്, അയ്യോ എന്റെ കുഞ്ഞിന്റെ അഡ്മിഷൻ അവിടെ പോകാൻ ഒത്തില്ലേ, അവൻ ഇന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ടി വരുമോ, ഓ വാട്ട് എ സാഡ് തിങ്. ഓ ഇതിനെക്കാട്ടിലെല്ലാം സാഡ് തിങ് ആണ്. നമ്മൾ പിതാവെന്ന് വിളിച്ച ആള് ഇംപാർഷ്യൽ ജഡ്ജാണ്. നമുക്ക് ആ ജഡ്ജ്മെന്റ് ഡേയിൽ നിൽക്കാൻ ഒക്കത്തില്ല. ന്യായവിധി ദിവസത്തിൽ ശിക്ഷാവിധി ഒഴിഞ്ഞു പോയെങ്കിലും ന്യായവിധി വിശ്വാസികളായ നമ്മൾ, പൗലോസ് പറഞ്ഞില്ലേ ഫസ്റ്റ് കൊരിന്ത്യൻസ് 4-ൽ, വി മസ്റ്റ് ഓൾ അപ്പിയർ ബിഫോർ ദ ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ ഒരു ദിവസമാണ് നമ്മൾ മുമ്പിലോട്ട് നിൽക്കുന്നതെങ്കിൽ ആ ദിവസം എനിക്ക് പറയാനൊക്കത്തില്ല, ഐ ആം ദ തേർഡ് ജനറേഷൻ ഇൻ പെന്റിക്കോസ്റ്റൽ ഫെയ്ത്ത്, മൈ ഡാഡ് ഇസ് എ പാസ്റ്റർ. ഇതൊന്നും അല്ല അവിടുത്തെ കാര്യം. അവിടുത്തെ കാര്യം വേർ മൈ പ്രയോറിറ്റീസ് വേർ. ഈ ഏലിയൻ സ്ട്രേഞ്ചർ ഐഡന്റിറ്റിക്ക് കുഴപ്പം വരുന്ന രീതിയിലാണോ ഞാൻ ജീവിച്ചത്? അതോ ഐ വാസ് സെറ്റിംഗ് മൈ ഹോപ്പ് ഇൻ ഇറ്റേണിറ്റി, ഐ വാസ് ലിവിങ് എ സെപ്പറേറ്റഡ് ലൈഫ്. പത്രോസ് പറയുക, ഡോണ്ട് ഫിയർ അബൌട്ട് ഔട്ട്സൈഡ്. ഈ 2026-ൽ പുറമേ ഉള്ളത് ഭയക്കണ്ട, രോഗത്തിന്റെ കാര്യം ഭയക്കണ്ട, ഫിനാൻഷ്യൽ സ്ട്രഗിൾ, ലേ ഓഫ് ഉണ്ടാകുമോ ഭയക്കണ്ട. ഭയക്കണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ പിതാവെന്ന് വിളിച്ചയാള് എന്റെ പോക്കറ്റിൽ കയറുന്ന ആളല്ല. ഞാൻ പിതാവേ എന്ന് വിളിച്ചയാള് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന യേശുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരും. ആ ദിവസം വിശുദ്ധിക്ക് ചേരാത്ത ഒരു പ്രവൃത്തി എന്നിൽ വരാതെ, കീപ് മീ സേഫ് ആൻഡ് പ്യോർ ഫോർ ദാറ്റ് ഡേ. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറഞ്ഞ ആ ഭക്തനായ മനുഷ്യൻ, there is superficial evangelism in our day and age. എന്താ superficial evangelism? Preachers would start like this: are you happy? Are you worried? Do you want this or that? Come to Christ and you will get it. And so people come. Martin Lloyd Jones പറയുന്നത് ഇങ്ങനെയാ: they have never trembled under the holy law of God, and that is because they were never taught it. നമ്മുടെ പുൾപിറ്റുകളിൽ പലപ്പോഴും ഈ ഫിയർ ഓഫ് ഗോഡിനെ കുറിച്ച് അല്ലല്ലോ പറയുന്നത്. വി ആർ ടോക്കിംഗ് അബൌട്ട് അവർ ഫ്രണ്ട്. നമ്മുടെ കൂടെ കഫേ കോഫി ഡേ വരുന്ന ഒരു സുഹൃത്താണ് യേശു. യെസ്, ഹി ഈസ് അവർ ഫ്രണ്ട് ഇൻ നീഡ്, ബട്ട് ഓൾസോ ഹി ഈസ് ആൻ ഇംപാർഷ്യൽ ജഡ്ജ്. കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, ഇത് ചിലത് ഞാൻ പറയുന്നത് സോ ദാറ്റ് ഇറ്റ് ഓൾസോ ബിക്കംസ് ഇൻഫോർമേറ്റീവ് ഫോർ യു. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാ: what kind of God do you want? You can make it. നീ കർത്താവേ എന്ന് വിളിച്ചാൽ അവൻ കർത്താവായിട്ട് വരും. നീ പിതാവേ എന്ന് വിളിച്ചാൽ അവൻ പിതാവായിട്ട് വരും. നീ ഫ്രണ്ട് എന്ന് വിളിച്ചാൽ അവൻ ഫ്രണ്ട് ആയിട്ട് വരും. The congregation which heard this revelation, they were clapping and receiving it. What a word. Oh, my dear people of God, don't be misled by these kind of very shallow, misleading preachings. ഞാൻ വിളിക്കുന്ന അനുസരിച്ച് മാറുന്ന ഒരു സ്വിഫ്റ്റിംഗ് ഷാഡോ പോലുള്ള ആളല്ല ദൈവം. ഞാൻ പിതാവേ എന്ന് വിളിച്ചവൻ പിതാവാ. മോൻ ഇനി ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറയുന്ന പിതാവല്ലിത്. ഞാൻ പിതാവേ എന്ന് വിളിച്ചയാള് ഇംപാർഷ്യൽ ജഡ്ജാണ്. അതുകൊണ്ടാ പത്രോസ് പറയുന്നത്, ജഡ്ജ്മെന്റ് വിൽ സ്റ്റാർട്ട് ഇൻ ദ ഹൗസ് ഓഫ് ഗോഡ്. നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ. കർത്താവെന്ന ന്യായവിധി കർത്താവിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമ്പോ നമ്മുടെ
ആക്ഷൻസ് മാറ്റേഴ്സ്. ഇതുകൊണ്ടല്ലേ പറയുന്നത് അവർ ബിഹേവിയർ മസ്റ്റ് മാച്ച് വിത്ത് ദ ബർത്ത്. ന്യൂ ബർത്ത് കിട്ടിയവരുടെ ബിഹേവിയർ ഇറ്റ് ഷുഡ് മാച്ച് വിത്ത് ദ ബർത്ത്. Our practices should match with our position in Christ. What is our position in Christ? We are foreknew by God. We are sanctified by Holy Spirit. ഈ sanctification പറയുന്ന ഒരു one time process അല്ലല്ലോ. Daily being molded and shaped to know the will of God so that we can face Jesus, the impartial judge, not with fear that day, but with confidence after living a life of reverential fear. അങ്ങനെയാണെങ്കിൽ ആ ന്യായവിധിയുടെ ദിവസം നമുക്ക് രക്ഷയ്ക്ക് കാരണമാകും, പുകഴ്ചയ്ക്ക് കാരണമാകും, മഹത്വത്തിന് കാരണമാകും. അതല്ലേ 1:9 വാക്യത്തിൽ പറയുന്നത്, that day may result in praise, glory and honor. കർത്താവിനെ പേടിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിക്കുമ്പോ ആ ദിവസം നമുക്ക് നാശമല്ലാകുന്നത്, അത് പുകഴ്ചയ്ക്കും മാനത്തിനുമായി തീരും. വിശുദ്ധിയോടെ ജീവിക്കുന്നവനെ ലോകം ഇന്ന് പരിഹസിച്ചാലും പത്രോസ് പറയുന്നത്, ഹോൾഡ് ഓൺ, ദാറ്റ് ഡേ വിൽ റിവീൽ ഹൂ യു ആർ. യു വിൽ ബി ഓണേർഡ്, യു വിൽ ബി മെയ്ഡ് as children of God in its full potential, a consummation. ഫസ്റ്റ് ജോൺ 3 അതല്ലേ പറയുന്നത്, കർത്താവിനെ അനുസരിച്ച് ഇന്ന് നടക്കുന്നു, പക്ഷെ അവനെ നമ്മൾ കാണുമ്പോ എല്ലാ അർത്ഥത്തിലും അവനെ പോലെ ആയിത്തീരുന്നു. ആ ഒരു ദിവസം live out our time, നമ്മുടെ പ്രവാസകാലം. അത് തന്നെ കാണിക്കുന്നത് എന്താ, ഇത് കുറച്ചു കാലമേ ഉള്ളൂ. ആ പ്രവാസകാലം in reverent fear. അടുത്തതായിട്ട് വളരെ ശ്രദ്ധിക്കണം, 4ാമത്തെ ഇംപെരറ്റീവ്, ദാറ്റ് ഈസ് ഇൻ വേഴ്സ് 22. ആ 20-21 പറയുന്നത് പറയാൻ ഇപ്പോ സമയമില്ല. 22 ഞാൻ 4ാമത്തെ ഇംപെരറ്റീവിൽ കൊണ്ടുവരികയാണ്. പത്രോസ് he is worried, Peter is worried about their relationship to God. Suffering can affect our relationship with God and relationship with one another. ശ്രദ്ധിക്കണമേ, ഈ ആദ്യത്തെ 3 ഇംപെരറ്റീവ്സ് ഇറ്റ് ഈസ് വിത്ത് റിഗാർഡ് ടു ഗോഡ് അല്ലേ, കണക്ഷൻ ദൈവവുമായിട്ടാ. പ്രത്യാശ, ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു. വിശുദ്ധി, ദൈവം വിശുദ്ധനായിരിക്കുന്നതുകൊണ്ട്. 3ാമത് ദൈവഭയം, അതും ദൈവവുമായിട്ട് കണക്ഷനാ. 4ാമത്തെ ഇംപെരറ്റീവ് അന്യോന്യമുള്ളതാ. സഫറിങ്ങിന് ഒരു ശക്തിയുണ്ട്. എന്തിന്റെ ശക്തിയാണെന്നറിയാം? 1:22 വായിച്ചിട്ട് ഞാൻ പറയാം. Now that you have purified yourselves by obeying the truth. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, now that you have become children of God. Now that you have become children of God by believing the gospel. So that you have sincere love for each other. Love one another deeply from the heart. സഫറിങ്ങിന് ശക്തിയുണ്ട്. എന്തിന് ശക്തിയാണെന്നറിയാം? നമ്മളെ തന്നെയാക്കും സഫറിങ്. സ്നേഹം ഇല്ലാതാവും. എന്ത് സ്നേഹം ഇല്ലാതാകുന്നേ? സൂപ്പർഫിഷ്യൽ സ്നേഹം കാണും. സൺഡേ കാണുമ്പോ ചർച്ചിന്റെ പാർക്കിംഗ് ലോട്ട് വെച്ച് എവറിത്തിങ് ഇസ് ഫൈൻ, അത്രയും കാണും. പക്ഷേ സഫറിങ്ങിന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാം ഒരുവനിൽ. എന്തോ ഇമ്പാക്റ്റ് ആണെന്നറിയാമോ? ടു ജസ്റ്റ് വിഡ്രോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇൻ 2026 there is a danger of individual spirituality. Metro Church, be careful in this area, all believers. We accept Christ individually, but we must be careful of individualistic spirituality. എന്തുവാ ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ? എന്തോ സഫറിങ് ഉണ്ടായത് നിമിത്തം നമ്മൾ പുറമോട്ടങ്ങ് മാറുക. We don't want to share our happenings with others. ലവ് എന്നുള്ളത് ജെനുവിൻ ഡീപ്പിന് പകരം സൂപ്പർഫിഷ്യൽ ആകും. എന്തുവാ സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ? എവറിത്തിങ് ഈസ് ഓക്കെ. ചിലപ്പോ അങ്ങനെ പറയും, അവര് ചോദിച്ചാ പറഞ്ഞാ മതി, നമ്മൾ ആരോടും പറയണ്ട. ചിലര് പറയും, ഇന്നവരോട് പറയില്ല, ആരും നമ്മളോട് ഷെയർ ചെയ്തില്ലല്ലോ. Peter is concerned about this.
Church is not a theater that we go and see a wonderful performance on Sunday. No, church is a family of brothers and sisters in this exile identity. പരദേശികളായിട്ട് നമ്മൾ താമസിക്കുമ്പോൾ ചർച്ച് എന്ന ഫാമിലിയിലാണ് നമ്മൾ ഹൃദയം തുറക്കുന്നത്. ബ്രദേഴ്സ്, ഐ നീഡ് യുവർ പ്രേയർ. അത് നിർവ്യാജ സ്നേഹമായിരിക്കണമെന്ന്. അതിനുവേണ്ടിയാ നമ്മളെ നിർമ്മലീകരിച്ചിരിക്കുന്നത്. നമ്മളെ യേശുവിന്റെ രക്തം തളിച്ച് നിർമ്മലീകരിച്ചിരിക്കുന്നത് വ്യാജ സ്നേഹത്തിനല്ല, ലോകത്തിന്റെ സ്നേഹത്തിനല്ല. ലോകത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് പറഞ്ഞാൽ ഞാൻ അവനോട് പറയും, അവര് ചോദിച്ചാ ഞാൻ പറയും. നമ്മൾ നമ്മുടെ തന്നെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് സ്പിരിച്വാലിറ്റി ഉണ്ടാക്കുക. ഡേഞ്ചർ, ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വിൽ നോട്ട് ഷെയർ വിത്ത് വൈഫ്. അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ. എന്തോ അച്ഛൻ മിണ്ടാതിരിക്കുന്ന ഒന്നുമില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ, യു ലോസ്റ്റ് ഇറ്റ്. എക്സൈലായിട്ട് ജീവിക്കുമ്പോ there is a blessing when you share. കാരണം we cannot do this alone. God has brought you to Metro Church in His wisdom, in His plan, and the church is there to support you in prayers. Don't worry about what is outside. Worry about this. Hope പോകരുത്, ഹോളിനെസ് പോകരുത്, ഫിയർ ഓഫ് ഗോഡ് പോകരുത്, നാലാമത് വ്യാജമായി പോകരുത് സ്നേഹം. നമ്മൾ വെളിയിലുള്ള ഒരു ബാഹ്യ ഹഗ്ഗിങ്ങിൽ മാത്രം നിൽക്കുന്നതായിരിക്കരുത് സ്നേഹം. കയ്യെ പിടിച്ചോണ്ട് മാറ്റി നിർത്തി പറയാൻ ഒക്കണം കണ്ണിൽ നോക്കി, ഐ റിയലി നീഡ് യുവർ പ്രേയർ ബ്രദർ. It takes humility. It takes us to come to nothing to ask prayer. പക്ഷെ ഓർക്കണം, അപ്പോസ്തലനായ പൗലോസ് പുതുതായിട്ട് വന്ന വിശ്വാസികളോട് കൊലോസിയയിൽ പറഞ്ഞില്ലേ, I want you to pray for me. ദൈവവചനം സംസാരിക്കേണ്ട പോലെ സംസാരിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിന്റെ ഒരു കാലമാകട്ടെ 2026-ൽ. Praying together, working out together. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇടയിലെ ഒരു കുഞ്ഞിന് ഈ ലോകപ്രകാരം പരാജയമായ ഒരു കാര്യം വന്നാൽ, if somebody is making a decision that dishonors God and parents are really worried about that, അങ്ങനെയുള്ളവർക്കൊരു സേഫ് സ്പേസ് ആകും ചർച്ച്. ചർച്ച് എന്നുള്ളത് അങ്ങനെ ഒരു പേരന്റ് നടന്നു വരുമ്പം, അയ്യോ അവരുടെ അടുത്തെങ്കിലും പോയിരിക്കല്ലേ, അറിയാമല്ലോ എന്തോ സംഭവിച്ചെന്നല്ലേ. ദാറ്റ് ഈസ് നോട്ട് ദ ചർച്ച്. അതൊരു പെർഫോമൻസ് ക്ലബ് ആയിരിക്കും. Church is where broken lives are mended. ഇതാണ് ഗലേഷ്യൻ 6-ൽ പറയുന്നത്, അന്യോന്യം ഭാരങ്ങളെ ചുമപ്പീൻ, ഇതാ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. കർത്താവ് നിങ്ങൾ ഏവരെയും വിളിക്കുന്നു. Give your shoulders, pray for strong shoulders. Weak brothers are going to come and ask prayer. Tell them, sit with them, encourage them. Lean on me, I will pray for you. We are praying for you. People are going through unspoken needs. പറയാനൊക്കാത്ത കാര്യങ്ങൾ ഇന്നത്തെ ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഇരിക്കുന്നവർ കാണും. അതിന്റെ നടുവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സൂപ്പർഫിഷ്യൽ കാര്യമല്ല, എവറിഥിങ് വിൽ ബി ഓൾ റൈറ്റ് എന്നല്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇഫ് ഗോഡ് ഹാസ് അലൗഡ് ദാറ്റ്, then there is remedy through your brother. അപ്പുറം ഇപ്പുറം പ്രാർത്ഥിക്കാൻ ദൈവം ആൾക്കാരെ ഒരുക്കി നിർത്തും ഈ വർഷം. വിശ്വാസത്തിൽ നിന്ന് ഇടഞ്ഞു പോകാതെ, വിശ്വാസത്തിൽ നിന്ന് തരിപ്പണമായി പോകാതെ, God will surround you with brothers and sisters who would understand you, who would stand with you, who would encourage you. Believe that these are important things. These are major things. Don't major on minors. Let's major on major thing. That is the fellowship that is expected. 2:1 എഴുതിയിട്ടുണ്ടേ എന്തോ ആ വ്യാജ സ്നേഹമെന്ന്. 1:22 നിർവ്യാജ സ്നേഹമായിരിക്കണം, അതിൽ ഫോക്കസ് ചെയ്യണം. അന്യോന്യമുള്ള ബന്ധങ്ങളിൽ ഫോക്കസ് ചെയ്യണം. എന്തോ വ്യാജ സ്നേഹത്തിന്റെ ലക്ഷണം? ഒരു ലിസ്റ്റ് ഉണ്ട് അവിടെ, 4-5 കൂട്ടം കാര്യങ്ങളുണ്ട്. chapter 2 verse 1. ആകയാൽ സകല ദുഷ്ടതയും. എന്തോ ദുഷ്ടത എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൾക്കാരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുന്നില്ല, ആൾക്കാരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുന്നുമില്ല. നേരെ തിരിക്കുക.
ദുഷ്ടത എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ സന്തോഷത്തിൽ ദുഃഖിക്കുന്നു, ആൾക്കാരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നു. ദാറ്റ്സ് എ വേഴ്സ് ഡിസ്പൊസിഷൻ ദാറ്റ് എ പേഴ്സൺ ക്യാൻ ഹാവ്. ഞാൻ തിരുവചനത്തിൽ ഉള്ളതുകൊണ്ട് പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ. ഇപ്പോ ഇതിനകത്ത് 168 സൂം ഡിവൈസസ് ഉണ്ട്. ദാറ്റ് മീൻസ് അറൌണ്ട് 300+ പീപ്പിൾ ആർ ലിസണിങ് ടു ദിസ്. ഐ അസ്യൂം ദാറ്റ് നൺ ഓഫ് us ആർ ഇൻ ദാറ്റ് കാറ്റഗറി. 2:1 കാറ്റഗറി എന്ന് പറഞ്ഞാൽ മാലിസ് ആൻഡ് ഡിസീറ്റ് കാറ്റഗറി ഇതിനകത്ത് ആരുമില്ല എന്ന് ഞാൻ കരുതട്ടെ. പക്ഷെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നത് നല്ലതാ. Am I rejoicing with people who are rejoicing? Am I grieving with people who are grieving? Or am I rejoicing with people who are grieving? തിരിഞ്ഞു പോയോ? ദുഷ്ടത എന്ന് പറയുന്നത് വിഷമങ്ങളിൽ സന്തോഷിക്കുന്ന, വിഷമങ്ങളിൽ ആനന്ദിക്കുന്ന ഒരു ദുഃഖം. വേറൊരാളുടെ സന്തോഷം എനിക്ക് ഒന്നാലും അവരങ്ങോട്ട് പ്രൊമോഷൻ കിട്ടിയല്ലേ, വണ്ടി മാറിയല്ലേ, എനിക്കിതൊന്നും സന്തോഷിക്കാൻ ഒക്കുന്നില്ല. എന്റെ മനസ്സിലാ ഈവിൾ കിടക്കുക. കാരണം ഐ വാണ്ട് ടു ബി ഫസ്റ്റ്. വേറെ ആരെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല. പത്രോസ് പറയാ, ഫോക്കസ് ഓൺ ദിസ്. ഇത് വ്യാജ സ്നേഹമാണ്. കൈ കാണുമ്പോ പ്രൈസിലോട് പറയുന്നെങ്കിലും ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നില്ല. രണ്ടാമത് പറയുന്നത് എന്താ? ദുഷ്ടതയും എല്ലാ ചതിവും. എല്ലാ ചതിവ് എന്ന് പറഞ്ഞാൽ യു cannot കൗണ്ട് ഓൺ യുവർ ബ്രദർ. ഹൗ സാഡ് ദാറ്റ് വുഡ് ബി. എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞു, നാളെ അത് കേൾക്കുന്നത് 4ാമത്തെ ആളിൽ നിന്നാ. ചതിവെന്ന് പറഞ്ഞാൽ ആ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ ക്രിസ്തുവിന്റെ മനോഭാവത്തോടെ കീപ്പ് ചെയ്യാതെ ചതിക്കുക എന്ന് പറഞ്ഞാൽ യു ആർ ബ്രീച്ചിങ് ട്രസ്റ്റ്. 2026 may it not happen with any one of us. ഒരാൾ നമ്മളോട് ഒരു പ്രയർ റിക്വസ്റ്റ് പറയുന്നത്, that's not a news. Somebody has put their trust on us. That's why they have shared that news with us. We should be very careful because we are not dealing with machines. We are dealing with people with emotions. നമ്മളിൽ ഒരാൾ നിമിത്തം ദൈവസഭയിൽ നിന്ന് ഒരാൾ പോവുക എന്ന് പറഞ്ഞാൽ how sad that would be. It's because of that brother who did that to me that I am not coming to the church anymore എന്ന് പറഞ്ഞാൽ I don't know where we will go and settle all that. ഇതാ പത്രോസ്, he is touching sensitive nerves. എന്തോ ആൾക്കാരുടെ പ്രശ്നം ഇവിടെ. പ്രശ്നം ഇതൊന്നുമല്ല. They are going through difficulty. They are going through troubles and hardship. But പീറ്റർ പറയുന്ന ഒന്നും മെറ്റീരിയലിസ്റ്റിക്കും സൂപ്പർഫിഷ്യലുമല്ല. He is talking about how their life might count in the light of eternity. ഇതിനെ കുറിച്ചാ പറയുന്നത്. ചതിവ് മാറ്റണം. വ്യാജഭാവം. എന്തോ വ്യാജഭാവം? ഇറ്റ്സ് ഓൾ പ്ലാസ്റ്റിക്. ഇറ്റ്സ് ഓൾ ഔട്ട്സൈഡ്. ചിലപ്പോ നമ്മള് ഓൺ സ്പൗസസ് തന്നെ എങ്ങനെ ഇങ്ങനെ ആക്ട് ചെയ്യാൻ ഒക്കുന്നു. ഉള്ളിൽ ഒന്ന് പറയുന്നു, പക്ഷെ വെളിയിൽ വരുമ്പോ എല്ലാം ചിരിക്കുന്നു, ഇത് ചെയ്യുന്നു. that's height of hypocrisy. Height of hypocrisy. May we be genuine in our love. ഉള്ളി പറയുന്നത് തന്നെ ആകട്ടെ, വെളിയിലും പറയുന്നത്. നമ്മുടെ സോഫായിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ ഓരോരുത്തരെ കുറിച്ച് ഒരു അഭിപ്രായം? അത് തന്നെ ആകട്ടെ നമ്മൾ അവരെ കാണുമ്പോഴും പറയുന്നു. അല്ലാതെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് വേറൊന്ന് പറയുമ്പോ Satan has won the battle. Satan, he hasn't won if we work on these things. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പിശാചി ജയിക്കുന്നില്ല. പിശാചി തോക്കുക. പുറമേയുള്ള മനുഷ്യനിൽ എന്ത് കാണിച്ചാലും പ്രത്യാശയ്ക്കും വിശുദ്ധിക്കും ദൈവഭയത്തിനും നിർവ്യാജ്യ സ്നേഹത്തിനും കോട്ടം തട്ടാതെ കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ആ വാക്ക് ശ്രദ്ധിക്കണം. അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ലാസ്റ്റ് ഇംപെറേറ്റീവ്, നമ്മുടെ സമയം കഴിയുന്നു. ഇങ്ങനെയാ 5th പറയുന്നത്, crave for pure milk. That's an imperative. ദൈവവചനം മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്നുള്ളത് സമയമുള്ളപ്പോഴൊക്കെ ബൈബിൾ വായിക്കണം കേട്ടോ. ഇറ്റ്സ് നോട്ട് എ സജഷൻ, ഇറ്റ്സ് എ കമാൻഡ്. crave in 2026. എന്തുവാ പ്യോർ എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇംപ്യൂർ മിൽക്ക് ഉണ്ടോ? ഉണ്ട്. കണ്ടാമിനേറ്റഡ് സാധനങ്ങളുണ്ട് പുൾപിറ്റിൽ. എന്തോ അങ്ങനെ പറഞ്ഞാൽ ദൈവവചനത്തോട് കൂട്ടും, ദൈവവചനത്തിന്റെ നിയമങ്ങൾ മാറ്റും, ഓൺലി പ്രിവിലേജസ് പറയും, റെസ്പോൺസിബിലിറ്റീസ് പറയത്തില്ല, ഓൺലി ദിസ് വേൾഡ്ലി പറയും, ഹെവൻലി പറയത്തില്ല, ഇംബാലൻസസ്. പ്രോമിസ് വേർഡ്സ് ആയിട്ട് ഏതെങ്കിലും
അവിടുന്ന് ഇവിടുന്ന് കുറെ പ്രൂഫ് ടെക്സ്റ്റിംഗ് ചെയ്യും വിത്തൗട്ട് കോണ്ടെക്സ്റ്റ്. ഇങ്ങനെയുള്ള അഡൾട്രേറ്റഡ് സെർമൺസിൽ നിന്നും ലോർഡ് ഹെൽപ്പ് മീ ടു സ്റ്റേ അവേ. എന്നിട്ട് crave for pure milk, crave for hope, crave for holiness, crave and come with the fear, genuine love. Fourth one. Fifth is pure milk. രക്ഷയ്ക്കായി വളരാൻ വചനമെന്ന മായമില്ലാത്ത പാൽ. എന്തുവാ the danger? False teachers pause. എന്താ അവർ ചെയ്യുന്നത്? They shift our focus from Jesus Christ on to rituals. വെള്ളിയാഴ്ച രാവിലെ ഉപവസിച്ചോ, ഞായറാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. Christianity or Pentecostalism is not just about few disciplines. Sunday morning breakfast discipline മാത്രമല്ല ഇത്. If somebody is following that, that is great. In preparation for Sunday service, you are skipping breakfast, that's great. But you cannot reduce it to just skipping one meal. The false teachers would shift our attention from Christ to rituals, ceremonies, some good works here and there, some miracles or emotional experiences, some ecstatic moments in the church. ഇതൊന്നും അല്ല കേട്ടോ ഏറ്റവും വലിയ കാര്യം. The major thing is Christ-centered life. To be shaped by His will. To be touched by His affection. ദൈവസ്നേഹത്താൽ ഉള്ളം നിറയപ്പെട്ട് ദൈവഹിതത്താൽ ഉള്ളം നിറഞ്ഞുകൊണ്ട് നമ്മുടെ പരദേശിയായിട്ടുള്ള ഈ ഐഡന്റിറ്റി, ഈ പരദേശവാസം ഭക്തിയോടും വിനയത്തോടും ദൈവഭയത്തിലും ഓടിത്തീർപ്പാനായി കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് സതീഷ് പാസ് നമ്മളെ പ്രാർത്ഥനയിലും ഒക്കെ നയിക്കും. ഒരു നിമിഷം ദൈവവചനത്തിന് മുമ്പിൽ ഒന്ന് സമർപ്പിക്കാമോ? കേവലം ഒരു another day is over അങ്ങനെ പറയാതെ, may God give us the grace to receive this, saying, I receive the word of God today. In 2026, Lord, help me to control my thoughts. Gird up the loins of your minds. Roll up the sleeves for action. May you put your hope on Jesus' coming. May we grow in holiness, in fear of the Lord, and work on genuine love, not hypocritical love, and crave for pure milk. എക്സൈൽസിൽ സ്കാറ്റേർഡ് ആയിരിക്കുന്നവരെ കർത്താവ് വിളിക്കുന്നത് ഇതിനു വേണ്ടിയാ. കർത്താവെ, മെട്രോ ചർച്ചിൽ ഈ വചനം കേട്ട എല്ലാവരുടെ മേലും പത്രോസും ദൈവവചനവും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തരുന്ന കഷ്ടതയിലൂടെ പോകുമ്പോ our relationship with God and relationship with one another, ഈ രണ്ട് കാര്യത്തിൽ ശ്രദ്ധിപ്പാനായി ഞങ്ങളെ സഹായിക്കണമേ. അതിനുള്ളൊരു നിയോഗം, അതിനുള്ളൊരു ബുദ്ധി, സുബോധം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ. ഇതിനകത്ത് സംബന്ധിച്ച ഒരാൾ പോലും തീരുമാനങ്ങൾ എടുക്കാതെ ഇന്നത്തെ ഈ സൂം മീറ്റിംഗ് വിടാതെ ദൈവം അവിടെ ഹൃദയത്തിൽ മാറേണ്ട മേഖലകൾ കണ്ട് കണ്ടന്റ്മെന്റിനോടുള്ള ബന്ധത്തിൽ, ദൈവഭയത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് ഇതെല്ലാം അവരിൽ ഇംപ്രസ് ചെയ്യണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളിലൂടെ മഹത്വപ്പെടണമേ, യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.